രാവിലത്തെ തണുപ്പെന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ രാവിലെ ആയിട്ട് മാറിയിട്ടില്ലായിരുന്നു. കൊടൈക്കനാലിലെ രണ്ടാമത്തെ ദിവസമായി ഇന്ന് പല്ലുവരെ കൂട്ടിയെടുക്കുന്ന തണുപ്പത്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ അങ്ങനെ ഇന്ന് പൂണ്ടിയിലേക്ക് പോവുകയാണ്. മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് ആ കിടക്കുന്ന ബസ് പോലും നല്ല രീതിക്ക് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെ നമ്മുടെ വണ്ടിയോട് ബൈ ബൈ പറഞ്ഞ് ഇന്നലത്തെ വണ്ടിയിൽ വന്ന് കയറി. ഇനി ഞങ്ങൾ എല്ലാവരും പൂണ്ടിയിലേക്ക് പോവുകയാണ്. ഇന്നലത്തെ മഴയും രാവിലത്തെ തണുപ്പും കാരണം എല്ലാവരും തണുത്ത് ഉറച്ചിരിക്കുകയാണ്. എന്തൊക്കെയായാലും എല്ലാവരും ഫുൾ ഓണാണ് കേട്ടോ. മൂടൽമഞ്ഞ് കാരണം മുന്നിലോട്ടുള്ള ഒന്നും തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും വണ്ടിയിൽ എല്ലാവരും ഫുൾ പവറിലാണ്. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന വഴിയിലൂടെ മുന്നോട്ട് കുറച്ച് ചെന്നപ്പോൾ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിച്ചു. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടി ചേർന്ന് കളറായിട്ടൊരു ഫോട്ടോ എടുത്ത് കുറച്ചു നേരം അവിടെ നിന്ന് തണുപ്പൊക്കെ ആസ്വദിച്ച് വേഗം വണ്ടിയിൽ കയറി അടുത്ത വ്യൂ പോയിന്റിലേക്ക് വിട്ടു. ഇവിടെയും അവസ്ഥ മറിച്ചല്ലായിരുന്നു. കോടമഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് ഒന്നും തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ കോടയൊക്കെ മാറി മുന്നിലെ കാഴ്ച പതിയെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. പോകുന്ന വഴി റോഡിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇനി റോഡിന്റെ വീതി കൂട്ടുവാണോ അതോ പൊളിഞ്ഞ വഴി റെഡിയാക്കുവാണോ എന്നൊന്നും അറിയില്ല. നമ്മൾ പോകുന്ന വഴി ഇടുങ്ങിയതാണെങ്കിലും നല്ല റോഡുകളായിരുന്നു. അങ്ങനെ അവസാനം പൂണ്ടിയിലെ സ്റ്റേയിലെത്തി. ലഗേജ് ഒക്കെ എല്ലാവരും കൂടി ജീപ്പിൽ കയറ്റി കുണ്ട്രൂവിന്റെ ജീപ്പിന്റെ ഫ്രണ്ടിലിരുത്തി വണ്ടി പറഞ്ഞു വിട്ടു. നമ്മൾ വണ്ടി നിർത്തിയ സൈഡിൽ തന്നെ കാണുന്നത് ഇവിടുത്തെ സെമിത്തേരിയാണ്. സെമിത്തേരിയുടെ സൈഡിലൂടെയുള്ള വഴിയിൽ കൂടിയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാനുള്ളത്. ഇന്നലത്തെ മഴയിൽ വഴി മുഴുവൻ ചെളിഞ്ഞു കിടക്കുകയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ സ്റ്റേയിലെത്തി. ഞങ്ങൾ കിടക്കുന്ന റൂമിൽ നിന്നുള്ള വ്യൂ ആണെന്ന് ഇപ്പോൾ കാണാം. എന്താ അടിപൊളിയല്ലേ? ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്ത ശേഷം പൂണ്ടിയിലെ ലേക്ക് കാണാൻ വേണ്ടി പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.